വഖഫ് ബിൽ പാസ്സായതിനു പിന്നാലെ മുനമ്പത്ത് നിർണായക നീക്കവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെ സമരവേദിയിലെത്തി 50 പേർക്ക് പാർട്ടി അംഗത്വം നൽകി. റവന്യൂ അവകാശം ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. വലിയൊരു ഇമ്പോർട്ടന്റ് മൈൽസ്റ്റോൺ. ഒരു ചെറിയൊരു ഗ്രാമം മുനമ്പം, കേരളത്തിന്റെ ഒരു മുനമ്പം നാടിൻ ഒരു ഗ്രാമം. ഇവിടെ ഇരിക്കുന്ന ഒരു പീസ്ഫുള്ളായിരിക്കുന്ന സമരത്തിലിരിക്കുന്ന ജനങ്ങൾ അവരുടെ കൈ വിട്ട് അവരുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന മുനമ്പം ജനങ്ങളുടെ ഒരു സമരം. മുനമ്പത്ത് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണത്തിന് സന്നദ്ധമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി ആവശ്യപ്പെട്ടുള്ള സർക്കാർ അപ്പീലിൽ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ചയുണ്ടാകും. സജോ ദേവസിയും ശ്യാം ദേവരാജുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം സജോ ദേവസിലേക്ക്. സജോ, ഇപ്പോൾ തത്സമയം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. നേതാക്കൾ അവിടെ മുനമ്പത്തെത്തി. അവിടെ നിന്നും 50 സമരത്തിൽ പങ്കെടുക്കുന്ന മുനമ്പം നിവാസികളായ 50 പേർ പാർട്ടിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. എന്താണ് ബി.ജെ.പിയെ അവിടെ നടത്തുന്ന നീക്കത്തെ വിശദീകരിക്കാനാവുക? സ്മൃതി, വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായിരിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി നിയമമാവുകയാണ്. ഈ കാര്യത്തിൽ മുനമ്പത്ത് കൂടുതൽ ജനപിന്തുണ ആർജിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് നേട്ടമാകാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ, അതിൽ തന്നെ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്കൊക്കെ ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തി എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. സമരസമിതിയുടെ ഭാഗമായ ആളുകളടക്കം 50 പേരാണ് മുനമ്പത്ത് നിന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. രാജീവ് ചന്ദ്രശേഖറും ബി.ജെ.പി. നേതാക്കളും ഇന്ന് സമരപ്പന്തലിലേക്ക് എത്തി. അവരെ സമരസമിതി നേതാക്കൾ സ്വീകരിച്ച് ആനയിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരും ബി.ജെ.പിയുമാണ് മുനമ്പം ജനതയെ ചേർത്ത് പിടിച്ചത് എന്ന നിലപാട് അവർ പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ ബി.ജെ.പി. പ്രവർത്തകരും സമരസമിതി പ്രവർത്തകരും ചേർന്ന് കേരള നിയമസഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രമേയം കടലിൽ താഴ്ത്തിയടക്കം പ്രതിഷേധിക്കുന്നതും കണ്ടു. അങ്ങനെ മുനമ്പത്ത് തുടങ്ങിയ സമരം ദേശീയ തലത്തിൽ പാർലമെന്റിൽ തന്നെ പലപ്പോഴും കേന്ദ്രമന്ത്രി തന്നെ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ പ്രധാനപ്പെട്ട ആയുധമാക്കുന്നതും കണ്ടു. വഖഫ് ഭേദഗതി മുനമ്പം നിവാസികൾക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്നുള്ള വാദം ആവർത്തിക്കുകയാണ് ബി.ജെ.പി.